അപ്പോൾ നാട്ടുകാർ ചിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളിവിടെ അടുത്തുള്ള ആളുകളാണ്? അടുത്ത് തന്നെ ഇവിടെ ഈ മേഖലയിലൊക്കെ കടുവ പോലുള്ള മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരു മാസം മുമ്പ് പിടിച്ചിട്ടത് തിരുനെല്ലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാ. ഇത് കടുവ മാത്രമല്ല എല്ലാ സാധനവും ഉണ്ട്. ആനയുണ്ട്, പന്നിയുണ്ട്, മൃഗങ്ങളെല്ലാം. നമ്മളാണെങ്കിൽ മാനന്തവാടിക്ക് അടുത്ത് 2 കിലോമീറ്റർ ഇപ്പുറത്താണ്. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരങ്ങ് ശല്യം, മൃഗങ്ങൾ ഭയങ്കര ശല്യമാണ്. മൃഗം പുറത്തിറങ്ങാൻ പോലും പറ്റൂല. നിങ്ങളൊക്കെ ഇവിടെയുള്ള ആൾ? അതെ. പിന്നെ ഇപ്പോൾ ഞാൻ തവഞ്ഞല്ലാണ്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും കൊണ്ടുപോയി. ഇപ്പം സംഭവം എങ്ങനെയാണ് രാവിലെ അറിയുന്നത്? രാവിലെ ഇപ്പം പിന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന, കാപ്പിത്തോട്ടത്തിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾ. അതെ അതെ. കൂടെ എത്ര പേരുണ്ടായിരുന്നു? കൂടെ ഭർത്താവാണ് കൊണ്ടുവിട്ടത്. ആ വാച്ചറാണ്, താൽക്കാലിക വാച്ചറാണ്. അതെ അതെ. ആ പ്രദേശത്തേക്ക് ഈ വന്യമൃഗങ്ങളുടെ ഭീഷണിയുള്ളവർ നേരത്തെ ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടുണ്ടോ? എന്താ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു മാസം മുന്നേ ഇവരൊക്കെ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നത്. നിരന്തരം ഫോറസ്റ്റുകാരെ ഞങ്ങൾ കുരങ്ങിറങ്ങിയിട്ട് ഇവിടെ വിളിച്ചു വരുത്തുന്നതാണ്. ഇവരിപ്പോൾ എല്ലാ വീടിൻ്റെ മുകളിൽ കൂടെ പച്ച നെറ്റിട്ടുണ്ട്. എന്ത് പ്രയോജനമുള്ളത്? കുരങ്ങിൻ്റെ വീട് ഇപ്പോൾ ഇങ്ങനെ സംഭവം. ഡെയിലി ആന വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ്. നിങ്ങൾക്ക് വന്നതാ, എൻ്റെ വീട് തൊട്ടടുത്താണ്, വന്നാൽ കാണാം. മുറ്റത്ത് വന്നിട്ടാണ്, കടൻ്റെ മുറ്റത്തു നിന്നാണ് ആന തെങ്ങ് പറിച്ചത്. ഇത് നിരന്തരം ശല്യമാണ്. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ ഫോറസ്റ്റുകാർ സമയം കിട്ടിയാൽ വരും, വന്ന് നോക്കും, അവരങ്ങ് പോവും. രാത്രി ആരാ വരിക? ഇവിടെ ഒരു വണ്ടി എടുക്കും, അവർ ആ ലൈറ്റ് ഇടും, വരും. അത് കുഞ്ഞിപ്പോൾ ആന എന്തെങ്കിലും ഉണ്ടെങ്കിൽ റോട്ടിൽ നിന്ന് അങ്ങ് മാറും. അവർ പോണ വഴിക്ക് അവരങ്ങ് പോകും. അവിടെ നേരം വിളിക്കുന്നവരെ ഫോറസ്റ്റുകാരെ കാവലിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഉറക്കൊഴിച്ചിരുന്നിന്. അത് ഇവിടെയുള്ള ഫോറസ്റ്റുകാർ പറയട്ടെ ഇല്ലയെന്നുള്ള. നിരന്തരം ഈ ശല്യം ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായി വരും. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ മലൻ്റെ ഏരിയയിലാണ്. ആ ഉരുള് പൊട്ടിൻ്റെ തൊട്ടാണ് എൻ്റെ വീട്ടിൽ. ഇങ്ങനെ നിരന്തര ശല്യം. പച്ച പകലാണ് ആന ഇറങ്ങുന്നത്. അവിടെ മക്കൾക്കൊന്ന് സ്കൂൾ മറ്റൊരു സ്ഥലത്തൊന്നും പോകണ്ടേ? ഇന്നിപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ ലീവാക്കിയിരിക്കുക. ഈ ന്യൂസ് വന്ന പിന്നെ ഇവിടുന്ന് ബസ് വന്ന് മാനന്തവാടിയിൽ നിന്ന് ബസ് വന്ന് അവനവൻ്റെ വീട്ടിൽ ഇറക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ വന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടില്ലേ. ഇപ്പോൾ വെടിവെക്കെന്ന് പറഞ്ഞല്ലോ, ഇതൊരു വെറുമ്പാക്കല്ല. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കിയ ഒരു നരിനെ അല്ലെങ്കിൽ കടുവനെ വെടിവെക്കാൻ ഉത്തരവിടാൻ ആരാണ് മന്ത്രി? അല്ല, നമുക്ക് മനസ്സിലാകാത്തോണ്ട് വയ്ക്കാം. എന്നാൽ ഇവിടുത്തെ കുരങ്ങിനെ വെടിവെക്കാൻ പറയാം ആദ്യം. നിരന്തരം ശല്യം ചെയ്യുന്ന കുരങ്ങിനെ ഫോറസ്റ്റുകാരെടുത്ത് നമ്മൾ ഡെയിലി പറയുന്നുണ്ടല്ലോ. അതിനൊരു കല്ലെടുത്തെറിയാൻ പറ്റില്ല. ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുക, കടുവനെ വെടിവെക്കുന്നു. ഇതാരെ വിഡ്ഢികളാക്കാനാ? ഇതിനെ കാണുമോ ഇനി ഇവർ? ഇനി കടുവനെ ഇവർ കാണുമോ? കാണൂല. കാരണം അത് പോകുന്ന വഴിക്ക് അതങ്ങ് പോകും. ഇതിൻ്റെ അപ്പുറം കടുവ തിരുന്നല്ല. ഇങ്ങനെ ഒരു കടുവ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്നിട്ടല്ല എന്ന് ഇവർ പറയോ? എനിക്ക് 60 വയസ്സായി, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇവർ പറയട്ടല്ലാന്ന്. ഇതിന് മുന്നേ ഒരു കടുവൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇടിച്ചു കൊടുന്നിട്ടാ എല്ലാന്ന് ഇവർ പറയട്ടെ. കൂട്ടിൽ കയറി കഴിഞ്ഞാൽ കടുവനായി ഇവിടെ കൊണ്ടുവന്ന് തട്ടുമ്പോൾ ഒരു കുട്ടികളും അറിയില്ല. അവരെ വണ്ടി വരുന്നു കൊണ്ടുവന്നിരുന്നേ. ഇവിടെയുള്ള കുരങ്ങിനെ ആര് കൊടുന്നു വിട്ടാ? ഫോറസ്റ്റുകാരല്ലാന്ന് ഫോറസ്റ്റുകാർ പറയോ? ആ കുരങ്ങ് ഇവിടെയുള്ള മൊത്തം കുരങ്ങിന്, ഇവിടെ അനേകം കുരങ്ങ് കാട്ടിൽ ഇതിന് മുന്നുണ്ടായിട്ടുണ്ട്. ആ കുരങ്ങിനെ കൊണ്ട് ഇവിടെ ഒരു കുട്ടിക്ക് ശല്യം ഉണ്ടായിട്ടില്ല. ഇതിനെ പിടിച്ചോടുന്നിട്ട് തന്നെയാണ് ഈ കുരങ്ങ്. അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ആശങ്ക സ്വാഭാവികം തന്നെയാണ്. അവർ പറയുന്നു കടുവ മാത്രമല്ല നിരവധി വന്യമൃഗങ്ങൾ ഇവിടെ ഇറങ്ങി ഇവർക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് നാളുകളേറെയായി എന്നാണ് പറയുന്നത്. തോട്ടം തൊഴിലാളി മേഖലയാണ്. 1000-ലധികം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചത്. മറ്റുള്ളവരുടെ, അതായത് ഈ പ്രദേശവാസികളുടെ ജീവനും ഭീഷണിയിൽ തന്നെയാണ്. കടുവ മാത്രമല്ല ആനയും കുരങ്ങുമെല്ലാം ഈ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഇവരുടെ സമാധാന ജീവിതം തകർക്കുന്നു എന്നാണ് പറയുന്നത്.